അർജുൻ കല്യാൺ, നമ്മളിപ്പോൾ പാനൂരിലെ വാർത്തയിലേക്ക് കൂടി ഒന്ന് വന്നാൽ, പാനൂരിൽ ഇപ്പോൾ എനിക്കൊന്ന് റിമാൻഡ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേകമായിട്ട് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രധാനമായും ഇത് രാഷ്ട്രീയമല്ല, അത് ഒരു കുടിപ്പകയുടെ ഭാഗമാണ്. രണ്ട് കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു അതിന്റെ ഭാഗമായിട്ടുള്ള സംഘർഷമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പുറത്തു വന്നത്. പക്ഷേ രാഷ്ട്രീയമായിട്ട് നിർമ്മിച്ച ബോംബല്ല, പകരം കൊട്ടേഷൻ സംഘങ്ങളായിട്ടുള്ള ഇതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതായത് പ്രതികൾ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ചതാണ് എന്നുള്ള റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് അമൽ ബാബുവിന്റെയും അതുപോലെ തന്നെ സായൂജിന്റെയും ഭാഗമായിട്ട് അവരെ റിമാൻഡ് ചെയ്യുന്നതിന് വേണ്ടി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് 7 ബോംബുകൾ പിന്നീട് കണ്ടെത്തിയിരുന്നു. ആ ബോംബുകൾ നിർമ്മിച്ചത് ഈ പ്രതികളുടെ അറിവോടുകൂടി തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൂടി പോലീസ് ഇതിന്റെ ഭാഗമായി നൽകുന്ന ഔദ്യോഗികമായിട്ട് രേഖകളിൽ പോലും റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ള തെളിവുകളാണ് വരുന്നത്. പ്രധാനമായി ഇതിന് 2 ആഴ്ച മുമ്പേ ഈ കുന്നോത്തുപറമ്പ് മേഖലയിൽ CPIM-ന്റെയും RSS പ്രവർത്തകർ തമ്മിലൊരു സംഘർഷം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് ഈ ബോംബ് നിർമ്മാണം നടന്നത്. ഈ ബോംബ് നിർമ്മാണം നടക്കുന്ന സ്ഫോടനം നടക്കുന്ന അന്ന് രാത്രി തന്നെ ആ പ്രദേശത്ത് RSS-ന്റെ ഒരു ശക്തി കേന്ദ്രത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഈ ബോംബ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഘടന ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലുള്ളൊരു ബോംബ് നിർമ്മാണം നടത്തിയത് എന്നുള്ള നിഗമനവും പോലീസുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഉയർത്തിയിട്ടുള്ള വാദങ്ങളെല്ലാം വീണ്ടും പൊളിയുന്ന ഒരു സാഹചര്യമാണ് ഈ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തു വരുന്ന ഘട്ടത്തിൽ. ആദ്യഘട്ടത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞു, പാർട്ടിയിലുള്ളവരല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് DYFIയുടെ പ്രതിനിധിയും ഭാരവാഹിയും അടക്കം, പ്രാദേശിക ഭാരവാഹി അടക്കം, ഷിജൽ അടക്കമുള്ളവർ ഈ പ്രതിപട്ടികയിൽ വരുന്നത് നമ്മൾ കണ്ടു. അപ്പോഴും അത് സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാണ് MV ഗോവിന്ദനെതിരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അതും പൊളിയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായി എന്ന ആർഗ്യുമെന്റും പൊളിയുകയാണ്. ഈ DYFIയുടെ കുന്നോത്തുപറമ്പിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഷിജാൽ. അതിന് പുറമെ കുന്നോത്തുപറമ്പ് ലോക്കൽ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു അമൽ ബാബു. അതുപോലെ തന്നെ കടുങ്ങാമ്പോയിൽ യൂണിറ്റിന്റെ സഹഭാരവാഹിയായിരുന്നു സായൂജ്. അതിന് പുറമെ അശ്വന്ത് അവിടുത്തെ CITU-വിന്റെ കല്ലിക്കണ്ടി ബ്രാഞ്ച് അംഗമായിരുന്നു. ഈ കേസിൽ 12ഓളം പേരാണ് ഉള്ളത്, അതായത് മരിച്ച ഷെറിൻ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 12 പേരിൽ 4 പേർ പ്രത്യക്ഷമായി തന്നെ പാർട്ടി ബന്ധം, സജീവമായ പാർട്ടി ബന്ധം. ഇവരെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, പാർട്ടിയുടെ അടുത്ത കാലത്ത് നടന്ന പല പരിപാടികളിലും റെഡ് വോളണ്ടിയറായി സേവനമനുഷ്ഠിച്ചവർ കൂടിയുണ്ട്. തീർച്ചയായിട്ടും അമൽ ബാബു വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. കേവലം ഒരു വളണ്ടിയർ മാത്രമല്ല, വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു, സ്ക്വാഡ് ലീഡർ ആയിരുന്നു. അപ്പോൾ സാധാരണത്തിൽ ഈ CPM-ന്റെ വളണ്ടിയർ സേന എന്ന് പറയുന്നത് കൃത്യമായി ചിട്ടിയോടുകൂടി അച്ചടക്കത്തോടു കൂടി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സേനയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഈ ജീവിതചര്യയിൽ പോലും കൃത്യമായ രീതിയിൽ പാർട്ടി ഏത് രീതിയിലായിരിക്കണമെന്നുള്ള കൃത്യമായ അതിന്റെ ക്യാപ്റ്റനാണ് ഈ അമൽ ബാബു എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പാനൂരിലെ സംഭവം. ഏറ്റവും ഒടുവിൽ റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ പാർട്ടിയുടെ പ്രതിരോധം പാളുന്നു എന്നാണ് അർജുനും പറയുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങളും അത് തന്നെയാണ്.